ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടു വന്നവരോട് ഞാൻ തന്നെ പറയട്ടെ, ചുമ്മാ തള്ളിയതല്ല. ഞാൻ അങ്ങനെ പറയാൻ കുറച്ച് റീസൺസ് ഉണ്ട്. എനിക്ക് ഞാൻ കണ്ടതും കേട്ടതുമായ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. അതിനു മുന്നേ ഒരു കാര്യം പറയാം. കാരണം എമ്പുരാൻ എന്ന് പറഞ്ഞ ഈ സിനിമ എനിക്ക് രണ്ട് രീതിയിൽ പറയാം. കാരണം നമ്മൾ എപ്പോഴും ഞാൻ പറയാം, തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പം കിട്ടുന്ന ഓരോ സർപ്രൈസും നമ്മളെ മേ ബി വ്യൂയിങ്ങിന് എക്സ്പീരിയൻസിന് ഭയങ്കരമായിട്ട് ഹൈ ആക്കും. അതൊക്കെ സത്യമാണ്. പക്ഷേ എനിക്ക് തോന്നുമ്പോൾ ഞാനിപ്പം നമ്മൾ ആദ്യമേ ഗസ്റ്റ് ചെയ്തത് കൊണ്ടും, അതായത് ഈ സിനിമയിൽ ഇന്ന ആക്ടേഴ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഗസ്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ നമുക്ക് അത് അറിയെങ്കിൽ അത് പറയുന്നത് കൊണ്ടും അതൊരു സർപ്രൈസ് മേടിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയില്ല, നമ്മൾ അതിന്റെ സസ്പെൻസ് കളഞ്ഞു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ സിനിമ, അല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് മോഹൻലാലും പൃഥ്വിരാജിന്റെ മേക്കിങ്ങും ആണ്, അതിന്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എമ്പുരാൻ. സോ അതിൽ കിട്ടുന്ന ആരും, കാരണം ഇപ്പൊ എങ്ങനെയാ പറയാ, കാരണം ഒരു സാധാരണ ഒരു നടന്റെ സിനിമയിൽ ഒരു തമിഴ്ന്നോ അല്ലെങ്കിൽ എവിടെന്നോ ഒരു ആക്ടർ വരുമ്പോൾ അത് നമുക്ക് എന്താ പറയാ വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് കാണുന്ന ലാലേട്ടൻ സിനിമയിലേക്ക് ആര് വന്നാലും നമുക്കത് ഒരു ചെറിയ കൗതുകമാണ് എപ്പോഴും. സോ അപ്പൊ ഞാനിതൊരു സ്പോയിൽ ചെയ്യാം. കാരണം അതുകൊണ്ട് ഞാൻ പറയാൻ വെച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു സ്പോയിലർ ആയിട്ടൊന്നല്ല പറയുന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ, കാരണം നമ്മൾ ഓൾറെഡി ഡോൺലീനെ പോലത്തെ ആക്ട്രസിനൊക്കെ പ്രതീക്ഷിക്കുക. സോ അങ്ങനെ പ്രതീക്ഷ ഉള്ളപ്പം എന്താ പറയുക, ആ ഡോൺലീനെ ആ സിനിമയിൽ കണ്ടിട്ടില്ലെങ്കിൽ, ഈ സിനിമ എത്ര നല്ലതാണെങ്കിലും എന്താണെങ്കിലും ആ ഡോൺലീനെ അതിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ നമ്മളൊന്ന് മുഖം പീരികം ചുളിക്കാനുള്ള ഒരു കാരണമാവും. അങ്ങനെയാണ് ഈ എക്സ്പെക്ടേഷൻ നമുക്കറിയാമല്ലോ. എല്ലാത്തിനും എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാത്തിനും വിനയായി വരുന്ന കാര്യം അതാണ്. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ 36 ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റർ അവർ സിനിമേന്റെ മുമ്പ് ഇറക്കുന്നത് നല്ലൊരു കാര്യമാണ്. നമുക്കറിയാം അതിൽ ആരൊക്കെ ഉണ്ടാവും, നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇതിനെ പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വരാം. ഞാൻ എന്തുകൊണ്ടാണ് തല അജിത്ത് ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ഞാൻ ഊഹിക്കാനും അല്ലെങ്കിൽ പറയാനും കാരണം എന്ന് വെച്ചാൽ, അതിലാദ്യത്തെ കാരണം കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഒരു നമ്മളെ RJ രഘു, നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, ബിഗ് ബോസിലൊക്കെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ഒന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, എമ്പുരാന്റെ ലൊക്കേഷനിൽ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാജു എന്ന സംവിധായകനെ ആദ്യമായിട്ടാണ് സംവിധാനം ചെയ്യുന്നത് കാണാൻ പോകുന്നത്. അപ്പൊ ഞാനുള്ള സമയത്ത് മലയാളത്തിലെ 2 ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും തമിഴിലൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സസ്പെൻസുകളാണ് ആർട്ടിസ്റ്റും ഇങ്ങനെ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. ഞാൻ നോക്കുമ്പം പുള്ളി ഇപ്പുറം ഇരുന്ന് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, നമ്മളെന്താ വിചാരിക്കുക, പൃഥ്വിരാജ് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഓക്കെ റെഡി അല്ലേ, ആക്ഷൻ പോട്ടെ, പുള്ളിക്ക് അറിയാം. പക്ഷെ പുള്ളി അങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, നമ്മളൊന്നും ജീവിതത്തിൽ വളരെ കുറച്ച് സിനിമ എക്സ്പീരിയൻസ് ഉള്ളവരും ഇത്രയും സ്പീഡിൽ ഇത്രയും പെർഫെക്ഷൻ ആയിട്ട്, അതായത് പുള്ളി ഒരു ട്രാക്കും ട്രോളിയുമാണ്, ആ ഷോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഞാൻ അങ്ങനെ പുള്ളിയുടെ നമുക്ക് പരിചയമുള്ളതാണ്, നമ്മളിങ്ങനെ മോണിറ്ററിന്റെ ബാക്കിൽ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. അപ്പം ആ ഒരു സംഭവം കിടക്കുന്നുണ്ട്. അപ്പൊ അതിലും പലരും പല ഗസ്, അർജുൻ ദാസ് ആണെന്നും വിജയ് സേതുപതി ആണെന്നും കുറെ ഗസ് ഉണ്ട്. പോട്ടെ, അത് അങ്ങനെ ഒരു സംഭവം കേട്ടെ. എന്നാൽ അതിന്റെ കൂടെ തല അജിത്തിലേക്ക് ഞാൻ തമിഴില് പറഞ്ഞ ആരുമാവല്ലോ, തല അജിത്തിലേക്ക് എനിക്ക് ഒരു തോന്നൽ വരാനുണ്ടായ കാരണം അത് എമ്പുരാന്റെ ടീസർ ലോഞ്ചിനാണ് തന്നെയാണ്. എമ്പുരാന്റെ ടീസർ ലോഞ്ച് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിരുന്നറിയില്ല. എമ്പുരാന്റെ ടീസർ ലോഞ്ചിന്റെ ടൈമില് പൃഥ്വിരാജ് ലൈക്ക പ്രൊഡക്ഷനൊക്കെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം മലയാളത്തിലേക്ക്. ആ ടൈമില് മകീർ എന്ന് പറഞ്ഞ ഡയറക്ടറെ, നിങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതില് വിടാമുയർച്ചി പറഞ്ഞ ഇപ്പം ഇറങ്ങി ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തല അജിത്തിന്റെ സിനിമയുടെ ഡയറക്ടറാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിനെ വിളിച്ചത് 6th of February, Vidamuyarchi is Magar sir was supposed to come. Did he? Sir, hi. I'm so sorry I didn't see you. Magar sir is here. He's the director of Vidamuyarchi, which is releasing on the 6th of February. Starring Ajit sir. I don't know if you have seen the trailer. I have. It's one of the finest trailers that I've seen in recent Tamil cinema. Beautifully done. I'm really looking forward to the film. All the best for Vidamuyarchi and I hope. അതിനുശേഷം അദ്ദേഹം സ്റ്റേജിൽ വന്ന് അജിത്തിനെ കുറിച്ച് സംസാരിക്കുന്നതായും വീഡിയോസ് ഒക്കെ ആ ഇവന്റിൽ നടന്നതാണ്. അപ്പം എമ്പുരാന്റെ ടീസർ ലോഞ്ചില് തല അജിത്തിനെ പറ്റി ഒരു പരാമർശം വരുന്നു, അദ്ദേഹത്തിന്റെ സിനിമയെ പറ്റി സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് അവിടെ വരുന്നു. അതെനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല്, നമുക്കത് പുറത്ത് പറയാനും പറ്റില്ല, പക്ഷെ ഇത്ര വലിയൊരു സ്റ്റാറിന്റെ ഒരു പ്രസൻസ് നമ്മുടെ ആ ഒരു ഇവന്റിൽ കാണിക്കണം എന്ന് ഉള്ള ഒരു കാരണം കൊണ്ട് പൃഥ്വിരാജ് ചെയ്തതാണെങ്കിലോ. കാരണം തല അജിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അദ്ദേഹത്തിന്റെ ഫാനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട്. കാരണം എനിക്ക് തമിഴിൽ നമ്മൾ രജനീകാന്തിന്റെ ഏറ്റവും കൂടുതൽ ഫാൻസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കമൽഹാസൻ എന്ന് പറയും. പക്ഷെ സത്യത്തിൽ തല അജിത്തിനുള്ള അത്ര ഫാൻസ് ഒരു മനുഷ്യന് തമിഴിലില്ല.
അദ്ദേഹത്തിന്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസും ചുമ്മാ നമ്മളല്ല ഒരു സ്ക്രീനിൽ വന്ന് ചുമ്മാ നിന്നാൽ മതി എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ആക്ടറാണ് അജിത്ത്. ഭയങ്കര ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് നമുക്ക്, ചില ആൾക്കാരോടും പലതരത്തിലുള്ള ഇഷ്ടമുണ്ട്. അപ്പോൾ അജിത്തിന് ഒരു വേറെ ഏതോ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഇഷ്ടം അജിത്ത് എന്ന ആക്ടറോടും ആ ഒരു സ്ക്രീൻ പ്രസൻസിനോടൊക്കെ ഉള്ളത്. സോ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ എമ്പുരാൻ ടീസർ ലോഞ്ച് ഇവന്റിൽ മമ്മൂക്ക വന്നു, മമ്മൂക്ക വന്നു, മമ്മൂക്കനെ കണ്ടു, മമ്മൂക്ക വന്നു ലോഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഒരു പുറത്തുനിന്നുള്ള ഒരാളെ പറ്റി ഒരു സംസാരം വന്നത് അജിത്ത് എന്ന് പറഞ്ഞ ആക്ടറെ കുറിച്ച് മാത്രമാണ്. അതൊരു കോൺഫിഡൻ്റ് ആയിട്ട് നടന്നതായിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കൂടെ ഞാൻ പറയട്ടെ, പൃഥ്വിരാജ് വിടാമുയർച്ചി ട്രെയിലറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ വേറൊരു സംഭവമുണ്ട്. ലൈക്ക പ്രൊഡക്ഷനാണ് വിടാമുയർച്ചി എന്ന് പറഞ്ഞാൽ തല അജിത്തിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് കൂടി ആകാം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇനി അതുകൊണ്ടാണോ ഇങ്ങനെ ലൈക്ക പ്രൊഡക്ഷൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. എന്നാൽ ഞാൻ അതൊരു സാധ്യതയായിട്ട് തന്നെ കാണുന്നത്. കാരണം മേ ബി ഷൂട്ടിംഗ് ഒക്കെ നടന്ന വിടാമുയർച്ചിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ടൈം ഒന്നായിരിക്കും. സോ ഓൾറെഡി ലൈക്ക പ്രൊഡക്ഷനിൽ അജിത്ത് അഭിനയിക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക പ്രൊഡക്ഷൻസ് ഓൾറെഡി നമ്മളെ എമ്പുരാൻ്റെ പാട്ടായതുകൊണ്ട് അജിത്തിനെ ഈ സിനിമയിലേക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് അവർ സമീപിക്കാനോ അങ്ങനെ ഒരു സീന് ചെയ്യാനോ ഉള്ള ഒരു സാധ്യത എനിക്ക് തോന്നാം. ഞാൻ പറയുന്നത് പൊട്ടത്തരോ മണ്ടത്തരമായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നാം, എന്തും തോന്നാം. പക്ഷെ എനിക്ക് തോന്നിയൊരു ഗട്ട് ഫീലിംഗ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അതിലുള്ള റീസൺസ് ഒക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് റീസൺസ് എന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാരണം തമിഴിലെ ഗംഭീര ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാള് എനിക്ക് തോന്നുന്നു, എനിക്ക് അദ്ദേഹത്തിന് ഒരു ടൈപ്പ് ഓഫ് ആക്ടേഴ്സിനെ ഇഷ്ടപ്പെടാൻ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആ ഒരു ലെവലിലേക്ക് വരുന്ന ഒരാളൊക്കെയാണ് അജിത്ത്. സോ എന്തുകൊണ്ട് അജിത്ത് ആയിക്കോളാ എമ്പുരാനുള്ള ഒരു തമിഴ് ആക്ടർ? നമുക്കൊന്നും അറിയില്ല. നമുക്ക് മേ ബി ഈ 36 ക്യാരക്ടേഴ്സ് റിവീൽ ആകുമ്പോൾ മനസ്സിലാകുമായിരിക്കും. ഇത് എനിക്ക് തോന്നിയ ഒരു പൊട്ടത്തരമാകാം മേ ബി. ഞാൻ റീസണും പറഞ്ഞു. നീ അത് തെളിയിച്ചു. അല്ല, വല്ല കള്ളൻ.
ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കരുത്. വിചാരിക്കില്ല. पिक्चर अभी भी बाकी है भाई. മനസ്സിലായില്ലേ? അവരൊക്കെ ഇത്തരം കൂറ സെറ്റപ്പുകളിൽ നിന്നാ പലതും നേടിയിട്ടുള്ളത്. എന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? അവനൊരു ഉപകാരം നമുക്കൊരു പലഹാരം. ഈ കൂടുതൽ ഇനി എന്താ അപകടം വരാന് എന്റെ കൊച്ചമ്മണി.